റിയൽ ലൈഫിലും ചൈതന്യ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ ഈ ഓരോ വീഡിയോസ് വരുമ്പോഴും അറിയാം. അപ്പം ഇപ്പം വേറൊരാളെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ ക്യാരക്ടർ എത്തിയത് ചൈതന്യയിലേക്ക്? എനിക്ക് എന്നെ റൊണാൾഡോ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു. എന്റെ പോർഷൻ മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാരക്ടറായിട്ടാണ്, ഭയങ്കര ഒരു നല്ല സിമ്പിൾ ഹംബിൾ നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് വിനോദ് ചേട്ടൻ പറയുകയും ചെയ്തു അശ്വിൻ ചേട്ടനാണ് പേര് വരുന്നത്. ഞാൻ പറഞ്ഞു ഡബിൾ ഓക്കെ സന്തോഷം. അങ്ങനെ ക്യാരക്ടർ ഞാൻ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ. ഈ സിനിമയായി ബന്ധപ്പെട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഇനാഗ്രേഷൻ വരുമ്പോഴാണ് ചൈതന്യ അവിടെ ഒരു വൈറ്റ് ഹുഡിയൊക്കെ ഇട്ടിട്ട് അന്ന് ഒരു ഫോട്ടോ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇനാഗ്രേഷനായി ബന്ധപ്പെട്ടിട്ട്. അന്ന് ചൈതന്യക്ക് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തോ മാരക അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ന്യൂസസ് വന്നു. ശരിക്കും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ? എന്താണ് ഇപ്പോൾ ബെറ്ററാണ്. ഇപ്പം എനിക്ക് ലേറ്റസ്റ്റ് ഒരു സർജറിയും കൂടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ബെറ്ററായി വരുന്നു. അത് ആക്ച്വലി ഇനാഗ്രേഷൻ അല്ലായിരുന്നു, അതൊരു പാനൽ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്താമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തലയിൽ കെട്ടിയിട്ട് ഫുഡ് ഇട്ടിട്ട് പോയതാണ്. അത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മീഡിയാസിൽ വൈറലാകും, ഐ മീൻ എല്ലാവരും ഇങ്ങനെ അത് ഷെയർ ചെയ്യുന്നു വിചാരിച്ചിട്ട് പോയതല്ലേ. ഞാൻ അവിടെ എത്തുന്ന വാക്ക് കൊടുത്തപ്പോൾ ഞാൻ അവിടെ സർജറി, എനിക്കൊരു പ്രീ ഓറിക്കുലർ സൈനസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിന്റെ സർജറി കഴിഞ്ഞിരുന്നു. അത് എങ്ങനെയാ വന്നത്? അതെനിക്ക് ബൈ ബർത്ത് ഉള്ളതാണ്. അതെ അതെ, എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഉള്ളതാണ്. പക്ഷെ ഒരു 2 years മുന്നെയാണ് അത് ആദ്യമായിട്ട് ഇൻഫെക്റ്റഡ് ആവുന്നത്. അങ്ങനെ ഇപ്പൊ ഓക്കെ ആണ്, ഇപ്പൊ ബെറ്റർ ആയിരുന്നു. അർജുൻ ചേട്ടാ എന്താണ് കാര്യമായിട്ട് കേൾക്കുന്നത്? അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുകയാണ്. രോഗാവസ്ഥ ചില സീരിയസ് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് തമാശക്ക് തമാശക്ക് എടുക്കും. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം. ഓക്കെ, പെട്ടെന്ന് മറവി രോഗമുള്ള മനുഷ്യനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അർജുൻ ചേട്ടന് അതെന്താന്നറിയാമോ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു, കഥകളൊക്കെ പറഞ്ഞു. മറ്റേ ചേച്ചിയുടെ സിസ്റ്റർ അല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ സിസ്റ്റർ അല്ല, അനന്യ ചേച്ചിയുടെ ബ്രദർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ 7 അയലോക്കത്ത് കണ്ട പരിചയം. അല്ല ചേട്ടാ, സത്യം സിമി കണ്ടോ, പേര് അറിയത്തില്ല. അല്ല, സിമിന്റെ അടുത്ത് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ കണ്ടെന്നാ. ഞാൻ തിയേറ്ററിൽ കയറിയിട്ട് 2 മാസം കണ്ടായടാ. ഇല്ല ഇല്ല, ഏത് സിനിമയാണെന്നാ? ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ നമുക്ക് എല്ലാവർക്കും മറവിയുണ്ട്. സിനിമയുടെ പേര് മാത്രമേ ഞാൻ മറന്നിട്ടുള്ളൂ. മോശമായി പോയി. ഞാൻ അപ്പോഴേ സോറി പറഞ്ഞു. ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ നമ്മള് അങ്ങനെയുള്ള ആദ്യം മനസ്സിലായില്ല. പക്ഷെ വേറെ നമുക്കും ജാട എടുക്കാലോ ചേട്ടാ. ശരിയാക്കി തരാം. അടുത്ത ചാൻസ് സിമിക്ക് ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ? നമ്മൾ പണ്ട് കണ്ടത് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധത്തില് ആണല്ലേ. നമ്മൾ കാണാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനി നമ്മൾ ഒരിക്കലും മറക്കില്ല സിമി. ചേട്ടാ വേറൊരു കാര്യം കൂടെ പറയാം. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുവാണെങ്കിൽ ചേട്ടാ ഒരു ഇന്റർവ്യൂ തരുമെന്ന് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അയച്ചു തുടങ്ങിയതാണ്. ഇത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് വന്നത്. അപ്പൊ ചേട്ടാ ക്യാരക്ടറിലേക്ക് വരും. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ആകെപ്പാട് ഇന്റർവ്യൂ വെച്ചു. പക്ഷെ അത് തന്നിട്ടുമില്ല, ആ മെസ്സേജ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുമില്ല. സോറി. ഇത് ഈ സിനിമ ഹിറ്റ് ആവുന്നു. ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സെറ്റ് ആകുമ്പോൾ നമ്മളൊരു കിടിലൻ ഇന്റർവ്യൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.